പ്രേമിക്കുമോളെ പ്രേമിക്കുമോനെ ആരെക്കാളും നീ ത്വാഹ റസൂലേ. സ്നേഹിക്കുമോളെ സ്നേഹിക്കുമോനെ നിന്നെക്കാളും നീ ത്വാഹ റസൂലേ. അല്ലാത്ത കാലത്തിൽ മുഅ്മിനാകില്ല, വല്ലാത്ത കോലത്തിൽ നീ നടക്കല്ല. അല്ലാത്ത കാലത്തിൽ മുഅ്മിനാകില്ല, വല്ലാത്ത കോലത്തിൽ നീ നടക്കല്ല. പ്രേമിക്കുമോളെ പ്രേമിക്കുമോനെ ആരെക്കാളും നീ ത്വാഹ റസൂലേ. സ്നേഹിക്കുമോളെ സ്നേഹിക്കുമോനെ നിന്നെക്കാളും നീ ത്വാഹ റസൂലേ. നിത്യം സ്വലാത്തുകൾ ചൊല്ലി നോക്കൂ, സത്യം ഖൈറാത്തുകൾ കിട്ടും കേൾക്കൂ. നിത്യം സ്വലാത്തുകൾ ചൊല്ലി നോക്കൂ, സത്യം ഖൈറാത്തുകൾ കിട്ടും കേൾക്കൂ. ലോകങ്ങൾക്ക് കാരുണ്യമാ മുഹമ്മദ് ലൗഹിലാദ്യം വന്നോരിസ്മാ. ലോകങ്ങൾക്ക് കാരുണ്യമാ മുഹമ്മദ് ലൗഹിലാദ്യം വന്നോരിസ്മാ. പ്രേമിക്കുമോളെ പ്രേമിക്കുമോനെ ആരെക്കാളും നീ ത്വാഹ റസൂലേ. സ്നേഹിക്കുമോളെ സ്നേഹിക്കുമോനെ നിന്നെക്കാളും നീ ത്വാഹ റസൂലേ. ഉമ്മത്തി എന്നൊരു ചിന്ത തന്നെ ഈ ജന്മത്തിനാധാരം അങ്ങു തന്നെ. ഉമ്മത്തി എന്നൊരു ചിന്ത തന്നെ ഈ ജന്മത്തിനാധാരം അങ്ങു തന്നെ. ചലനങ്ങളേതായാലും റസൂലിൻ ചര്യയെ പിന്തുടരേണം. ചലനങ്ങളേതായാലും റസൂലിൻ ചര്യയെ പിന്തുടരേണം. പ്രേമിക്കുമോളെ പ്രേമിക്കുമോനെ ആരെക്കാളും നീ ത്വാഹ റസൂലേ. സ്നേഹിക്കുമോളെ സ്നേഹിക്കുമോനെ നിന്നെക്കാളും നീ ത്വാഹ റസൂലേ. 100 ഷഹീദിന്റെ പുണ്യം നേടാൻ നൂറാം ഷഫീഇന്റെ സുന്നത്തല്ലോ. 100 ഷഹീദിന്റെ പുണ്യം നേടാൻ നൂറാം ഷഫീഇന്റെ സുന്നത്തല്ലോ. നാറും നീ കാലം മോശം ഹബീബേ, മാറോടു ചേർത്താൽ മോക്ഷം. നാറും നീ കാലം മോശം ഹബീബേ, മാറോടു ചേർത്താൽ മോക്ഷം. പ്രേമിക്കുമോളെ പ്രേമിക്കുമോനെ ആരെക്കാളും നീ ത്വാഹ റസൂലേ. സ്നേഹിക്കുമോളെ സ്നേഹിക്കുമോനെ നിന്നെക്കാളും നീ ത്വാഹ റസൂലേ. അല്ലാത്ത കാലത്തിൽ മുഅ്മിനാകില്ല, വല്ലാത്ത കോലത്തിൽ നീ നടക്കല്ല. അല്ലാത്ത കാലത്തിൽ മുഅ്മിനാകില്ല, വല്ലാത്ത കോലത്തിൽ നീ നടക്കല്ല. പ്രേമിക്കുമോളെ പ്രേമിക്കുമോനെ ആരെക്കാളും നീ ത്വാഹ റസൂലേ. സ്നേഹിക്കുമോളെ സ്നേഹിക്കുമോനെ നിന്നെക്കാളും നീ ത്വാഹ റസൂലേ. അൽഹംദുലില്ലാഹ്.
نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سفي الله الصلاة والسلام عليك يا خير خلق الله വേദിയിലിരിക്കുന്ന ആദരണീയരായ ഉസ്താദുമാരെ, വേദിയിലും സദസ്സിലും സന്നിഹിതരായ മാന്യരായ എൻ്റെ രക്ഷിതാക്കളെ, യുവ സഹോദരങ്ങളെ, സഹോദരിമാരെ, ടിപ്പു നഗർ ഫ്രണ്ട്സിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മനോഹരമായ ഒരു പരിപാടിയുടെ ഇസ്ലാമിക ചരിത്ര കഥയുടെ വേദിയിലാണ് നമ്മൾ ഒത്തുചേർന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, നാമായി ബന്ധപ്പെട്ടവർ, ദുആ കൊണ്ട് വസിയത്ത് നൽകിയവർ, അവരുടെയൊക്കെ ഖബറുകളെ അള്ളാഹു സ്വർഗത്തിന്റെ തൊപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്കും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും ദുആ കൊണ്ട് വസിയത്ത് നൽകിയ പലരുമുണ്ട്. എല്ലാവർക്കും അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ കുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹായ മക്കളാക്കി തരുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗല് അവസാന വാക്കായിട്ട് തിരിച്ചു പോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിന് അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ. നമ്മുടെ മക്കൾക്ക്, അതുപോലെ നാമായി ബന്ധപ്പെട്ടവർക്ക് ദുആ കൊണ്ട് വസിയത്ത് നൽകി എല്ലാവർക്കും അള്ളാഹു ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്തേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്കെല്ലാം അള്ളാഹു ഒരുക്കുന്ന ഒരു ഖബറുണ്ട്. ആ ഖബറിന്റെ ആഴികളിൽ അള്ളാഹു നമുക്ക് നാം ചൊല്ലുന്ന സ്വലാത്തിന്റെ വിശുദ്ധ പ്രകാശം എത്തിച്ചു തരുമാറാകട്ടെ. ബിഫദ്ലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, ഈ നഗർ ഒരുക്കപ്പെട്ടത് ഷാഹുൽ ഹമീദ് ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ പേരിലാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇതുപോലെ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എന്നതിൻ്റെ അകമഴിഞ്ഞ് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പ്രവർത്തകരോടൊപ്പം ഓടി നടക്കേണ്ട ഒരാളാണ് ആ പ്രിയപ്പെട്ട സഹോദരൻ. അദ്ദേഹം ഇന്ന് ഖബറിനടിയിലാണ്. അല്ലെ, ബാക്കി നമ്മളൊക്കെ ഉണ്ട് ഇവിടെ. ഖബറിലേക്ക് തിരിച്ചു പോകാൻ ബാക്കിയായിട്ട് ആ സഹോദരന്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗം ആക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ ചെയ്തികൾക്കും അല്ലാഹു അവൻ മാപ്പ് നൽകി ബർസഖി ജീവിതം ഹൈറാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെ നമ്മയുമൊക്കെ അല്ലാഹു സ്വർഗ്ഗലോകത്തിൽ വെച്ച് കൊടുത്തരുമാറാകട്ടെ. അവർ ആ സഹോദരന്റെ കുടുംബത്തിന് അല്ലാഹു മനസ്സമാധാനം കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിൽ ബാക്കിയുള്ളവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റഹ്മത്തിക യാ റഹ്മാൻ. സഹോദരന്മാരെ, ആദരണീയരായ ഇതിൻ്റെ പ്രവർത്തകരും ഉസ്താദൊക്കെ സ്നേഹതീരം എന്ന് പറയുന്ന ഒരു കഥ പറയാനാണ് ആവശ്യപ്പെട്ടത്. സ്നേഹതീരം ഞാൻ ആദ്യം പറയട്ടെ. സ്നേഹതീരം പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ കഥയുടെ നായകൻ. പുള്ളി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിത യാത്രയിലെ ഒരു വഴിത്തിരിവ്, അത് പ്രിയപ്പെട്ട ഖദീജ ബീബിയുടെ ഭർത്താവാകുക എന്നതാണ് വഴിത്തിരിവ്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹതീരം എന്ന കഥയ്ക്ക് അത്ര പ്രാധാന്യം നൽകുന്നത്. സഹോദരന്മാരെ, എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിശുദ്ധ സ്വലാത്ത് സമർപ്പിച്ചുകൊണ്ട് സ്നേഹതീരം എന്ന് പറയുന്ന
ഈ കഥ നമുക്ക് ആരംഭിക്കാം. സ്നേഹതീരം എന്ന കഥ പറയുമ്പോൾ നമ്മുടെയൊക്കെ കൽബിന്റെ കത്ത് ഒരു പഴയ മാപ്പിളപ്പാട്ട്. ന്യൂ ജനറേഷന് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുവതലമുറക്ക് ആ പാട്ട് അന്യമായിരിക്കും. പക്ഷെ എന്റെ മുന്നിൽ ഒരുപാട് തലനരച്ചവരും താടി നരച്ചവരുമുണ്ട്. അവരുടെയൊക്കെ കൽബിന്റെ കത്ത് നിന്ന് മായ്ക്കാനാവില്ല കൂട്ടരെ ആ മനോഹരമായ മാപ്പിളപ്പാട്ടിന്റെ വരികൾ നോക്ക്. ഇതാണ് ആ വരികൾ നോക്ക്. മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജാവി മുന്തി മുഹമ്മദിനെ വേൾക്കാൻ എന്താ ജബല്ല മാലിനി മണിയായ ഖദീജാവി ചുളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ. മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജാബി മുന്തി മുഹമ്മദിനെ വേൾക്കാനെന്താ ജബല്ല മാലിനി മണിയായ ഖദീജാബി ചുളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ. സുസ്ഥിരമിൽമിക ദൂതന വിട്ട് സ്ഥിതിഗതി അഹ്മദിനെ അറിവിത്ത് സുബ്ഹാനവനുടെ വിധി പോലൊത്ത്. സുസ്ഥിരമിൽമിക ദൂതന വിട്ട് സ്ഥിതിഗതി അഹ്മദിനെ അറിവിത്ത് സുബ്ഹാനവനുടെ വിധി പോലൊത്ത്. മുല്ലപ്പൂ ഭാഷാന്തത്തിൽ തോഴിയാൽ പറയുന്നു മെല്ലെ മുഹമ്മദും ശ്രദ്ധിച്ചു കേൾക്കുന്നു. മന്ത്രിക്കും മട്ടിലൊരു മറുപടി പറയുന്നു പുഞ്ചിരി തൂകുന്നേ നാണം കുണുങ്ങുന്നേ. മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജാബി മുന്തി മുഹമ്മദിനെ വേൾക്കാനെന്താ ജബല്ല മാലിനി മണിയായ ഖദീജാബി ചുളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ. വിശുദ്ധമായ മക്ക പട്ടണത്തിലെ കോടീശ്വരിയായ കച്ചവടക്കാരിയാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. ഖുവൈലദ് എന്ന് പറയുന്ന ധനാഢ്യനായ പിതാവിന്റെ കോടീശ്വരിയായ മകളാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. ആ മഹദി മക്കത്ത് ഒരു പരസ്യം നടത്തി. തന്റെ കച്ചവട സംഘത്തിൽ സത്യസന്ധനായ ഒരാളെ നേതാവായിട്ട് വേണമെന്ന്. പലരും ഖദീജ ബിബിയുടെ വീട്ടിന്റെ മുന്നിലേക്ക് വന്നു ഖദീജ ബിബിയുടെ കച്ചവട സംഘത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി. അന്നൊരു മനുഷ്യനോട് നിനക്ക് എന്താണ് പണി എന്ന് ചോദിച്ചാൽ ഖദീജ ബിബിയുടെ കച്ചവടക്കാരനാണ് എന്നൊരാൾ പറയാൻ കഴിഞ്ഞാൽ അത് അവന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അത്രമാത്രം അത്യുന്നതങ്ങളിലാണ് ഖദീജ ബിബിയുടെ കച്ചവട സംഘം. ആ കച്ചവട സംഘത്തിന്റെ നേതൃസ്ഥാനത്തേക്കാണ് ഒരാളെ വേണം എന്ന് ഖദീജ പറയുന്നത്. മക്കയിൽ പരസ്യം നടത്തുന്നത്. പരസ്യം കേട്ട് പലരും ഖദീജ ബിബിയുടെ വീട്ടിലേക്ക് വന്നു. ഖദീജ ബിബി ഇന്റർവ്യൂ എല്ലാവരും വിട്ടു. ആരെയും ഖദീജക്ക് അങ്ങനെ വല്ലാണ്ട് താല്പര്യപ്പെട്ടില്ല. അപ്പോഴാണ് പിതൃവനായ അബൂ താലിബ് തന്റെ സഹോദരപുത്രന്റെ കയ്യും പിടിച്ച് ഖദീജ ബിബിയുടെ വീട്ടിലേക്ക് വന്നത്. ആ സഹോദരപുത്രനാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ താലിബിന്റെ വരവ് കണ്ടപ്പോൾ ഖദീജ തീരെ നിലച്ചിട്ടില്ല, തീരെ വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു ആവശ്യത്തിന് വരികയാണ് എന്ന്. അബൂ താലിബ് വന്നു ഖദീജ ബിബിയുടെ വീട്ടിന്റെ മുറ്റത്തെന്നു. ഖദീജ കയറി ഇരിക്കാൻ പറഞ്ഞു. അബൂ താലിബ് ഇരിക്കുന്നു. അബൂ താലിബിന്റെ തൊട്ടടുത്ത് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കാതെ നിൽക്കുന്നു. കാരണം പിതൃവ്യനാണ് അവിടെ ഇരിക്കുന്നത്. ഖദീജ ചോദിച്ചു അബൂ താലിബിനോട്, താങ്കൾ എന്തിനാണ് വന്നത്? ഖദീജ, ഞാൻ നിങ്ങളുടെ പരസ്യം കേട്ടിട്ട് വന്നതാണ്. സത്യസന്ധനായ ഒരാളെ നിങ്ങളുടെ കച്ചവട സംഘത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വേണമെന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. സത്യസന്ധതയാണ് നിങ്ങൾ മുഖമുദ്രയാക്കുന്നതെങ്കിൽ എന്റെ സഹോദരപുത്രനായ ഈ നിൽക്കുന്ന മുഹമ്മദിനെ കവച്ചു വെക്കാൻ മറ്റാരാണുള്ളത്? ഖദീജ. ഖദീജ ബിബി ആ അബൂ താലിബിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു മറുപടിയും പറയാതെ നിന്നു. സത്യത്തിൽ ഖദീജ എന്തു പറയണമെന്നറിയാൻ കഴിയാതെയാണ് നിൽക്കുന്നത്. പക്ഷെ അബൂ താലിബ് ചിന്തിക്കുന്നത് ഖദീജക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നാണ്. വീണ്ടും അബൂ താലിബ് ആവശ്യപ്പെടുകയാണ്, ചോദിക്കുകയാണ്, ഖദീജ, എന്റെ മകനെ കുറിച്ച് അറിയാലോ, അവൻ അൽ അമീൻ എന്നാണ് മക്കത്തുകാർ വിളിക്കുന്നത്. വിശ്വസ്തൻ, സത്യസന്ധൻ. ആ മുഹമ്മദിനെ ആ കച്ചവട സംഘത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് നിങ്ങൾ ഏറ്റെടുത്താൽ സാമ്പത്തികമായി തകർന്നു പോയ ഈ അബൂ താലിബിന്റെ കുടുംബത്തിന് അതൊരു അത്താണിയാകുമല്ലോ ഖദീജ. അപ്പൊ ഖദീജ ബിബി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അബൂ താലിബിനോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ,
നിങ്ങളെ മുഹമ്മദിനെ കൊണ്ടുവരുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടില്ല നിങ്ങൾ അങ്ങനെ ഒരു ആവശ്യത്തിനാണ് വന്നത് എന്ന്. സത്യത്തിൽ മുഹമ്മദ് വന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവിടേക്ക് പകരം വെക്കാൻ മറ്റാരാണ് ഉള്ളത്? അതുകൊണ്ട് ഞാൻ എന്റെ കച്ചവട സംഘത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് താങ്കളുടെ സഹോദര പുത്രനെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു നിലാപുതിച്ച പുഞ്ചിരിയുമായി അബൂ താലിബിന്റെ കൂടെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരികെ വീട്ടിലേക്ക് പോയി. ഖദീജ പറഞ്ഞ ദിവസം കൃത്യമായി വളരെ നേരത്തെ ഖദീജ ബിബിയുടെ വീട്ടിന്റെ മുറ്റത്ത് വന്നു. കോടികൾ വിലമതിക്കുന്ന സമ്പത്ത് ഖദീജ വിശ്വസിച്ചേൽപ്പിക്കുന്നത് ആരെയാ? ലോകാനുഗ്രഹിയായ പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയൊരു കച്ചവട സംഘമാണ് ഖദീജ ബിബിയുടെ കച്ചവട സംഘം. ആ കച്ചവട സംഘത്തെ നയിച്ചു കൊണ്ടുപോകാണ് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ. അന്ന് 25 വയസ്സാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന യുവാവിന്. ഖദീജ വളരെ പ്രത്യേകമായി തന്റെ അടിമ സ്ത്രീ മൈസറയെ വിളിച്ചിട്ട് പറഞ്ഞു, മൈസറ, നീ ഈ കച്ചവട സംഘത്തോടൊപ്പം പോകണം, കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പഠിക്കണം, എന്നിട്ട് റിപ്പോർട്ടുകൾ എനിക്ക് നൽകണമെന്ന്. മൈസറ ഖദീജയെ സംബന്ധിച്ചിടത്തോളം വിശ്വസ്തയായ ഒരു സ്ത്രീയായിരുന്നു. മൈസറയും ആ കച്ചവട സംഘത്തോടൊപ്പം കൂടി അവർ മെല്ലെ ഷാം അടക്കമുള്ള സിറിയ അടക്കമുള്ള ഭാഗത്തേക്ക് കച്ചവടവുമായി യാത്ര ചെയ്തു. കച്ചവടം സത്യസന്ധമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ കച്ചവടം ചെയ്യുന്നത് രസകരമാണ് എന്നാണ് മൈസറ പറഞ്ഞത്. ഓരോ സാധനം എടുത്തിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സാധനത്തിന്റെ ന്യൂനതകൾ ആദ്യം പറയും, എന്നിട്ട് അതിന്റെ ഗുണങ്ങളും പറയും. രണ്ടും പറഞ്ഞു കൊടുക്കും മനുഷ്യന്മാർക്ക്. ഈ സാധനത്തിന് ഇന്ന ന്യൂനതകളൊക്കെ ഉണ്ട്, ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ സത്യവും നിത്യവും കൂടിക്കലർന്ന ആധുനിക കച്ചവട സംഘക്കാരും കച്ചവടക്കാരും ഒന്ന് ഓർക്കണം. നിങ്ങൾ ചെയ്യുന്ന കച്ചവടം, നിങ്ങൾ ചെയ്യുന്ന കച്ചവട ചരക്കുകൾ സത്യസന്ധമായി കച്ചവടം ചെയ്താൽ നിങ്ങൾ ഏറ്റവും നല്ല കച്ചവടക്കാരനാകും. കാരണം ഒരു കച്ചവടക്കാരനായിരുന്നു ആര്? പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടക്കാർക്ക് അഭിമാനിക്കാം, കച്ചവടക്കാർക്ക് അഭിമാനിക്കാം. സാധനങ്ങൾ സത്യസന്ധമായി വിറ്റഴിക്കുന്ന കച്ചവടക്കാർക്ക് അഭിമാനിക്കാം. കാരണം പരിശുദ്ധ റസൂലിന്റെ പിൻഗാമിയാണ് ഞാൻ. ലാഭവുമായിട്ട് പുണ്യ റസൂൽ തിരികെ വരികയാണ്. ഖദീജയുടെ വീട്ടിലേക്ക് വരുമ്പോ ഖദീജയുടെ വീട് വലിയൊരു വീടാണ്, മാളികപ്പുറമാണ്. ഇന്ന് ആ വീടുണ്ടല്ലോ, ഖദീജാന്റെ വീട് ഇന്ന് മക്കത്ത് എന്താ വീട്? അതാണ് ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി. മക്കയിലെ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയാണ് ഖദീജ ബിബിയുടെ പോയ കാലത്തെ വീട്. ആ വീട് ഇന്ന് യൂണിവേഴ്സിറ്റിയാണ്, സർവകലാശാലയാണ്. ഉമ്മുൽ ഖുറ പരിശുദ്ധ മക്കയിലെ സർവകലാശാലയുടെ ആ ആദ്യ കാലഘട്ടത്തിന്റെ വീട്ടിന്റെ ഭൂമുഖത്തിരുന്നിട്ട് ഖദീജ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ട് റസൂലുള്ളാഹിന്റെ വരവിങ്ങനെ നോക്കുക. തരുണീമണി ബീബി ഖദീജ മാളിക മുകളിൽ കയറിയിരുന്ന് തിരുത്വാഹ നബിയുടെ വരവിനെ കാണാൻ തുനിയുന്നേ. തരുണീമണി ബീബി ഖദീജ മാളിക മുകളിൽ കയറിയിരുന്ന് തിരുത്വാഹ നബിയുടെ വരവിനെ കാണാൻ തുനിയുന്നേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വരവ് അത്ഭുതകരമാണ്, രസകരമാണ്. നബി ഒരു ഒട്ടക സംഘത്തിലെ ഒട്ടകപ്പുറത്ത് വരികയാണ്. കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല പൊരി വെയിലാണ്, ഭയങ്കര വെയിലാണ്. ഉച്ച സമയത്താണ് റസൂൽ വരുന്നത് ഖദീജന്റെ വീട്ടിലേക്ക്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ കാണുന്ന കാഴ്ച, റസൂലുള്ളാഹിക്ക് തണലിട്ടിട്ട് ഇങ്ങനെ ഒരു തണലിങ്ങനെ റസൂലുള്ളാഹിനെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു. ഒരു തണല്, ഒരു മേഘം. ഖദീജ മാളികപ്പുറത്തിരുന്ന് മേലോട്ട് നോക്കുമ്പോൾ കണ്ടത് തലക്ക് മുകളിൽ സൂര്യന്റെ ചുറ്റിൽ മേഘത്തെയാണ്, തണലിടാൻ വേണ്ടി. ഇന്നിപ്പോ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്ന ഖത്തറിൽ റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കുന്ന മേഘത്തെ ഇറക്കി. അത്ഭുതകരമാണ്. ലോകം അത്യുന്നതങ്ങളിലേക്ക് പോവാണ്. ഖിയാമത്ത് അടുത്തോണ്ടിരിക്കുകയാണ്. റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു മേഘത്തെ, സൂര്യന്റെ ചലനത്തിനനുസരിച്ച് സ്റ്റേഡിയത്തിന്റെ മേലെ റിമോട്ട് കൊണ്ട് ഇങ്ങനെ ഞെക്കിക്കളിച്ചാല് മേഘങ്ങൾ ഇങ്ങനെ പോകും. ആ സ്റ്റേഡിയത്തിലേക്ക് തണൽ വിരിക്കാൻ ആധുനിക ലോകത്തിന് കഴിവുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കഴിവ് നൽകി. എങ്കിൽ സാക്ഷാൽ മേഘത്തെ പടച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ തലമേലെ ഇറക്കി കൊടുത്തു, തലയ്ക്ക് മേലെ. നബി നടക്കുന്നതിനനുസരിച്ച് മേഘം സഞ്ചരിക്കുന്ന അത്ഭുതകരമായ കാഴ്ച കണ്ട ഖദീജാന്റെ കൽബിന്റെ കത്ത് അന്ന് മുട്ടിട്ടതാ കൂട്ടരെ ഒരു സ്നേഹത്തിന്റെ തീരം. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. അന്ന് ഖദീജാന്റെ കൽബിൽ ഒരു വല്ലാത്തൊരു ആശ റളിയല്ലാഹു അൻഹ. അതുവരെ 2 കല്യാണമൊക്കെ കഴിച്ച് 2 മംഗലം കഴിച്ച്
ഭർത്താക്കന്മാർ രണ്ടും നഷ്ടപ്പെട്ട് ഇനിയൊരു കല്യാണം മംഗലം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഖദീജ ബീബി. ഒരുപാട് രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പൈസക്കാർ, കോടീശ്വരന്മാർ ഖദീജ ബീബിയെ കല്യാണം ആലോചിച്ചു വന്നു. ഒരൊറ്റ ഒരുത്തിന് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മംഗലം വേണ്ട, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് തള്ളിവിട്ടു. അങ്ങനെ എല്ലാം തള്ളിവിട്ട് മംഗലം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ഖദീജ എന്ന് പറയുന്ന 40-കാരിയായ സൗന്ദര്യത്തിന് ഒരു കുറവുമില്ലാത്ത ഖദീജ ബീബിയെ റസൂലുള്ളാഹിന്റെ വരവ് കണ്ടതോടെ ഒരു വല്ലാത്ത ഇഷ്ക് അള്ളാഹു ആ കൽബിലേക്ക് ചേർത്ത് കൊടുക്കണം. കച്ചവട ചരക്കൊക്കെ ഏൽപ്പിച്ച് ഖദീജ കൊടുത്ത കൂലിയും വാങ്ങി അള്ളാഹുവിന്റെ പ്രവാചകൻ തിരികെ പോയി അബൂ താലിബിന്റെ വീട്ടിലേക്ക്. അല്പം കഴിഞ്ഞില്ല, തന്റെ തോഴിയായ മൈസറയെ വിളിച്ചിട്ട് ഖദീജ പറഞ്ഞു, മൈസറ, ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ. എന്താ? തോഴിയെ ബീവി വിളിച്ചു, കാര്യമെല്ലാം അറിയിച്ചു. മാന്യൻ അബൂ ത്വാലിബിന്റെ അരികിലയച്ചു. കല്യാണ കാര്യമാണ്, ഏറ്റവും സന്തോഷമാണ്. കാര്യം അബൂ ത്വാലിബിനും സമ്മതമാണ്, സമ്മതമാണ്. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീബി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. ആ മൈസറയോട് പറഞ്ഞു, മൈസറ, നീ ഒന്ന് അബൂ താലിബിന്റെ വീട് വരെ പോണം. മൈസറ, എന്താ? എന്റെ കൽബില് ഒരാഗ്രഹമുണ്ട്. എന്താ? ഞാൻ അല്ലമീനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാണ്. അല്ലമീനെ എനിക്ക് ഭർത്താവായി കിട്ടാൻ വല്ലാത്ത ആശ എനിക്കുണ്ട്. നീ അത് അബൂ താലിബായിട്ടൊന്ന് അന്വേഷിക്കുമെന്ന് വെച്ചു. മൈസറ ഒരു കള്ളച്ചിരിയുമായി അബൂ താലിബിന്റെ വീട്ടിലേക്ക് വന്നു. അബൂ താലിബ് വിചാരിച്ചു, കച്ചവടമൊക്കെ കഴിഞ്ഞ് എന്റെ മോൻ വന്നതാ, കണക്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയോ? അബൂ താലിബ് വല്ലാത്ത സങ്കടത്തിരിക്കാണ്. അബൂ താലിബിന്റെ അടുക്കൽ വന്നിട്ട് മൈസറ പറഞ്ഞു, ഞാൻ വന്നത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ്. എന്താ? ഒരുപാട് രാജാക്കന്മാരും പ്രഭുക്കന്മാരും മംഗലം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഖദീജ ബിബി ഒരാളെയും ഇഷ്ടപ്പെടാതെ മാറ്റി നിർത്തിയ ഖദീജ, ഇനി കല്യാണേ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഖദീജ തങ്ങളുടെ സഹോദരപുത്രൻ മുഹമ്മദിനെ ഒരു വല്ലാത്ത ആഗ്രഹിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഖദീജ ബിബിയെ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ മുഹമ്മദിന് ഭാഗ്യമാണ് മൈസർ എന്ന് പറഞ്ഞപ്പോ അബൂ താലിബ് ഒരു വല്ലാത്ത സന്തോഷം ഉള്ളിൽ വന്നു. പക്ഷെ എന്നാലും തന്റെ കുട്ടിയോടൊന്ന് ചോദിക്കണ്ടേ, മകൻ സമ്മതിച്ചില്ലെങ്കിലോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികത്ത് വിളിച്ചിട്ട് അബൂ താലിബ് പറഞ്ഞു, മോനെ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൈസറ വന്നത് നല്ല കാര്യം പറയാനാണ്. എന്റെ കുട്ടിയുടെ കച്ചവടത്തിന്റെ ഉടമസ്ഥയായ ഖദീജ, മോനെ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പറഞ്ഞപ്പോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് അബൂ താലിബിന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് മുഖം ഒന്ന് താഴ്ത്തി നിന്നു. അപ്പൊ അത് അബൂ താലിബ് വീണ്ടും പറഞ്ഞു, മോനെ, ഖദീജനെ കുറിച്ച് എനിക്കറിയാലോ, നല്ല കച്ചവടക്കാരിയാണ്, സമ്പത്തിന് ഉടമയാണ് എന്നൊക്കെ. അതിനപ്പുറത്ത് ഖദീജ ബീബിക്ക് മറ്റൊരു വിശേഷമുണ്ട്. ത്വാഹിറ എന്നാണ് ഖദീജ ബീബിയുടെ ഒരു പേര്. ത്വാഹിറ പരിശുദ്ധമായ പെണ്ണ് തന്നെ അർത്ഥം ത്വാഹിറ. അപ്പൊ ത്വാഹിറ എന്ന് പറയുന്ന ചരിത്രത്തിൽ അങ്ങനെ അറിയപ്പെടുന്ന പരിശുദ്ധയായ ഖദീജ, ആ ഖദീജ ആഗ്രഹിക്കുന്നത് മോനെയാണ്. മോൻ എന്താണ് അഭിപ്രായം? അപ്പൊ രണ്ടാമതൊരു പുഞ്ചിരി റസൂലിന് കൊടുത്തത്. അത് പുഞ്ചിരിച്ചിട്ട് നബി ഒരു മറുപടിയും പറയാതെ മെല്ലെ തലയും താഴ്ത്തി നടന്നുപോയി. നാണം കുടുങ്ങിയായിരുന്നു പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. വല്ലാത്ത ലജ്ജയായിരുന്നു പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ ഹബീബ് മെല്ലെ നടന്നങ്ങ് നീങ്ങിയപ്പോഴ് ആ പുഞ്ചിരിയിലും ആ നടത്തത്തിലും കാര്യം കൃത്യമായി അറിഞ്ഞ അബൂ താലിബ് മൈസറയോട് പറഞ്ഞു, എന്റെ കുട്ടിക്ക് സമ്മതമാണ്, ഖദീജക്ക് വിലറിച്ചോളൂ. ഖദീജ ബീബിയുടെ അടുക്കിലേക്ക് മൈസറ തിരിച്ചു പോവുക. ഖദീജയോട് കാര്യങ്ങൾ പറയാൻ രണ്ട് കുടുംബവും ആലോചിക്കാൻ. അപ്പോഴാണ് ഉപ്പ ഹുവൈലിദ് പാര വെക്കാൻ തീരുമാനിച്ചു. ഖദീജ ബീബിയുടെ പിതാവ് ഹുവൈലിദ് ഉണ്ടല്ലോ, ഹുവൈലിദ് വന്ന് മകളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, നീ എന്തൊരു വെണ്ണ, ലോകത്ത് ഒരുപാട് ചക്രവർത്തിമാരും ഭരണാധികാരികളും പൈസക്കാരും പണക്കാരും ഒന്നും വേണ്ട, ഉന്നതങ്ങളിൽ നിൽക്കുന്നവരൊക്കെ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, നീ എല്ലാരെയും വേണ്ടാന്ന് പറയും. എന്നിട്ട് നിന്റെ കച്ചവടത്തിലെ നിന്റെ ജോലിക്കാരനായ ദരിദ്രനായ ആ മുഹമ്മദിനെ എന്തിനാ മോളെ നീ ഭർത്താവായി സ്വീകരിക്കണത്? ഖദീജ ബീവിയുടെ മറുപടി, വാപ്പ എന്താ പറയണത്? സമ്പത്ത് മുഹമ്മദിനില്ല, ശരിയാണ്. സമ്പത്ത് എന്തിനാ നമുക്ക്? എന്റെ അടുക്കൽ ഇഷ്ടം പോലെ ഇല്ലേ? സമ്പത്തിനെ കൂടെ കൂട്ടാനൊന്നും എനിക്ക് ആവശ്യമില്ല, എന്റെ അടുക്കൽ ഇഷ്ടം പോലെയുണ്ട്. പിന്നൊരു കാര്യമല്ല പാപ്പ,
എന്റെ പ്രിയപ്പെട്ട മുഹമ്മദിന്റെ തറവാടിനോട് കിടപിടിക്കാൻ ലോകത്ത് മറ്റൊരു തറവാട് ഹുവൈലിദ് എന്നിട്ട് പക കാണിച്ചു തരാൻ പറ്റുമോ? ഖുറൈശി ഗോത്രത്തിനോട് കിടപിടിക്കാൻ പറ്റിയ ഒരു തറവാട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഹുവൈലിദ് പറഞ്ഞു, എന്നാലും എന്റെ മോളെ, പാപ്പാനോട് മോള് പറഞ്ഞു, എന്നാലും ഒന്നുമില്ല എന്റെ ഉപ്പ. അങ്ങനെ വാപ്പയും പിന്നെ സമ്മതിച്ചു മകളെ. അപ്പൊ പരക്കെ പറയുന്നുണ്ട് മുഹമ്മദ് ദരിദ്രനാണ്. സത്യാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ കേട്ടോ, ഖദീജ ബിബിയെ കല്യാണം കഴിച്ചു, നിക്കാഹ് കഴിഞ്ഞിട്ട് നിക്കാഹിന് ഒരു വലീമത്ത് കൊടുത്തു, ഒരു ഭക്ഷണം കൊടുത്തു വരെ ഖദീജ ബിബി. നാട്ടിലെല്ലാ പണക്കാരും ഉണ്ട്, പ്രഭുക്കന്മാരുണ്ട്, എല്ലാവരും വിളിച്ചെടുത്തിട്ട് ഭക്ഷണം കൊടുത്തിട്ട് ഖദീജ ഒരു പ്രഖ്യാപനം നടത്തി. നോക്ക്, നിങ്ങള് ഞാൻ മുഹമ്മദിനെ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പിറുവിറുപ്പുണ്ടായിരുന്നു. എന്താ? മുഹമ്മദ് ഒരു ദരിദ്രനാണ്, ഞാൻ വലിയ പൈസക്കാരിയാണ്. പക്ഷേ നിങ്ങൾ അറിയണം, ഇന്ന് മുതൽ എന്റെ എല്ലാ സമ്പത്തും എല്ലാം ഞാൻ എന്റെ ഭർത്താവിന് കൊടുക്കുകയാണ്. ഇന്ന് എന്റെ ഭർത്താവാണ് കോടീശ്വരൻ, ഖദീജ ഏറ്റവും വലിയ ദരിദ്രയാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. ഇതാണ് ഖദീജ ബിബി. എല്ലാ സമ്പത്തും പരിശുദ്ധ റസൂലിന് സമർപ്പിച്ചു. ആ സമ്പത്ത് അല്ലാഹു രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഖദീജ ബിബിയെ നിക്കാഹ് ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ റസൂലിന് സമ്മതം കൊടുക്കുന്നത്. ഒന്ന്, ഖദീജ എന്ന പെണ്ണിന്റെ കയ്യിൽ ആവോളം സമ്പത്തുണ്ട്. ദീന് വളരണമെങ്കിൽ സമ്പത്ത് അനിവാര്യമാണ്. ഖദീജയെ കല്യാണം കഴിക്കലോടെ റസൂലുള്ളാഹിക്ക് സമ്പത്ത് കിട്ടും, അത് ദീനിന് ഉപകരിക്കും. മറ്റൊന്ന്, ചെറുപ്പത്തിലെ ഉമ്മ നഷ്ടപ്പെട്ടു പോയി, ബാപ്പ നഷ്ടപ്പെട്ടു പോയി, തീർത്തും അനാഥനായി ജീവിക്കുന്ന പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫയ്ക്ക് തന്നെക്കാൾ 15ഓളം വയസ്സ് മൂത്ത ഖദീജ ബിബിയിൽ നിന്ന് ഒരു ഉമ്മയുടെ സ്നേഹം കിട്ടിയ, ഒരു ഭാര്യയുടെ സ്നേഹത്തിനപ്പുറത്ത് ഒരു നഷ്ടപ്പെട്ടു പോയ മാതാവിന്റെ സ്നേഹം പോലും ഖദീജയിൽ നിന്ന് കിട്ടി. അതുകൊണ്ടാണ് ഹിറാ ഗുഹയിൽ നിന്ന് സമ്മിലൂനി യാ ഖദീജ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി വന്നത് ഖദീജ ബിബിന്റെ അടുക്കലേക്കാണ്. ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു നേടിക്കൊടുക്കുന്നത് ഖദീജ ബിബിയിൽ നിന്നാണ്. ഖദീജ ബീവിയെ പോലെ ഒരു ഭാര്യ റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടില്ലല്ലോ. ആയിഷ ബീബി എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് ഖദീജ ബീബിനെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നത് കേൾക്കുമ്പോൾ എപ്പോഴും വല്ലാത്ത അസൂയ തോന്നും ഖദീജയോട്. ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹിയോട് ചോദിച്ചു, ഖദീജ ആയിഷ പറഞ്ഞത്, നിങ്ങൾക്ക് ആ കിളവിയെ കുറിച്ചാണ് വേറെ ആരെങ്കിലും പറഞ്ഞൂടെ, എത്ര ഭാര്യമാർ നിങ്ങൾക്ക് ഉണ്ട്? അപ്പോഴാണ് പരിശുദ്ധ ആയിഷ പറയാണ്, റസൂലുള്ളാഹി മുഖം വിവർണായി. എന്നിട്ട് ആയിഷ ബീബിയോട് താക്കീത് പോലെ പറഞ്ഞു, ഏ ആയിഷ, എന്റെ ഖദീജ എനിക്ക് നൽകിയതൊന്നും നിങ്ങൾ ആരും എനിക്ക് നൽകിയിട്ടില്ല ആയിഷ. എന്റെ ഖദീജ കുറ്റം പറയാൻ നിങ്ങൾക്ക് പറ്റില്ല, കാരണം എന്റെ ഖദീജ എനിക്ക് നൽകിയതൊന്നും നിങ്ങൾ ആരും തന്നിട്ടില്ല. എനിക്ക് സമാധാനം കിട്ടിയത് ഖദീജയിൽ നിന്നാണ്, സമ്പത്ത് കിട്ടിയ ഖദീജയിൽ നിന്നാണ്, മക്കളെ കിട്ടിയത് ഖദീജയിൽ നിന്നാണ്. ഇതൊന്നും നിങ്ങൾ ആർക്കും എനിക്ക് നൽകിയിട്ടില്ല എന്റെ ആയിഷ എന്ന് ആയിഷ ബിബിയെ താക്കീത് ചെയ്യും പോലെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ കേട്ടോ, ഇത്രമാത്രം സ്നേഹവും ഇത്രമാത്രം എല്ലാം പരിശുദ്ധ റസൂൽ നൽകിയ ആ പ്രിയപ്പെട്ട ഖദീജ ബിബി റസൂലുള്ളാഹിയെ മാത്രമല്ല എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ഈ ലോകം വിട്ടുവിട പറഞ്ഞു. ഖദീജ ബിബിയുടെ വഫാത്ത് റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത സങ്കടമായിരുന്നു, വിഷമമായിരുന്നു. സുവർഗം കൊള്ളേ അഹമ്മദിന്റെ ഖദീജ പോയേ, അഹദവന്റെ സുവർഗം കൊള്ളേ അഹമ്മദിന്റെ ഖദീജ പോയേ. മനസ്താപമായി മഹിമൻ നബി മനോദുഃഖമാൽ ഇരിക്കലായി, അഹദവന്റെ സുവർഗം കൊള്ളേ അഹമ്മദിന്റെ ഖദീജ പോയേ. ത്വാഹ നബിയും ഇരുന്നു പള്ളിയിൽ, ആകെ തടിയും തളർന്നു ജീവിൽ. ത്വാഹ നബിയും ഇരുന്നു പള്ളിയിൽ, ആകെ തടിയും തളർന്നു ജീവിൽ. സമയത്തിൽ തന്റെ നയനം വാർന്നു, ദീനുരയ്ക്കും സമയത്തിൽ തന്റെ നയനം വാർന്നു. അഹദവന്റെ സുവർഗം കൊള്ളേ
ഖദീജ പോയേ. അഹദവന്റെ സുബർഗം കൊള്ളേ അഹമ്മദിന്റെ ഖദീജ പോയേ. അഹദവന്റെ സ്വർഗലോകത്തിലേക്ക് അഹ്മദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബിബി തിരിച്ചുപോയി. ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞു. ഖദീജ ബിബിയുടെ വഫാത്തിന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തൻ്റെ പ്രിയപ്പെട്ട സഹാബത്തിന് ദീനിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. വിശുദ്ധമായ ദീനിന്റെ പാഠങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബാക്കിറാമിന് പഠിപ്പിച്ചു കൊടുക്കാൻ. ആ കൂട്ടത്തിൽ റസൂൽ അവരോട് ആവശ്യപ്പെട്ടു, സഹാബത്തെ, ദീന് വളരണമെങ്കിൽ ഇവിടെ സമ്പത്ത് അനിവാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൈകളിലുള്ള സമ്പത്ത് ഈ പരിശുദ്ധ മതത്തിന് വേണ്ടി ധർമ്മം ചെയ്യണം എന്ന്. ഇത് പറഞ്ഞ പുണ്യ റസൂൽ മുഖം താഴേക്ക് താഴ്ത്തി, തല താഴേക്ക് താഴ്ത്തി മണ്ണിലേക്ക് നോക്കിയിരുന്നു. പിന്നെ ഒന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ല. സഹാബത്ത് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കാൻ, എന്താ റസൂൽ വേറൊന്നും പറയാത്തത്? എന്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ തുടരാത്തത്? പെട്ടെന്ന് അവർ കണ്ട വേദനയുള്ളൊരു കാഴ്ചയുണ്ട്. റസൂലുള്ളാഹിയുടെ കണ്ണുനീരിങ്ങനെ വരികയാണ്. ആ കണ്ണുനീര് താണ്ടി രോമങ്ങളിലേക്ക് അലിഞ്ഞിറങ്ങുകയാണ്. അല്ലാഹുവിന്റെ നബി കരയുകയായിരുന്നു. പരിശുദ്ധ റസൂൽ കരയുകയാണ്. അത് കണ്ട സഹാബത്ത് ഞെട്ടി. അവർ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് അങ്ങക്ക് പറ്റിയത്? യാ ഹബീബല്ലാഹ്, എന്താണ് താങ്കൾക്ക് സംഭവിച്ചത്? യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഓരോരുത്തരും വേദനയോടെ ചോദിച്ചപ്പോൾ റസൂൽ അവരോട് പറഞ്ഞു, സഹബ, എന്റെ ഖദീജ, എന്റെ പ്രിയപ്പെട്ട പെണ്ണ് ദീന് സംഭാവന നൽകണമെന്ന്, ഞാൻ ദീനിന് സമ്പത്ത് സംഭാവന നൽകണമെന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എന്റെ കൽബിന്റെ കത്തേക്ക് എന്റെ ഖദീജ ഓർമ്മ വന്നു പോയി. സഹബത്തെ, അവൾ ആരായിരുന്നു? മക്ക പട്ടണം വിലക്ക് വാങ്ങാൻ കഴിവുള്ള കോടീശ്വരിയായിരുന്നു എന്റെ ഖദീജ. എന്നാലോ അവൾ എന്റെ ഭാര്യയായപ്പോഴ്, ആ ഖദീജയെ ഞാൻ കല്യാണം കഴിച്ചപ്പോഴ്, ഖദീജ എന്ന പെണ്ണിന്റെ സകല സമ്പത്തും അള്ളാഹുവിന്റെ മാർഗത്തെ ചെലവഴിക്കാൻ എന്നെ ഏൽപ്പിച്ചപ്പോഴ്, ഞാൻ എല്ലാ ഈ മാർഗത്തെ ചെലവഴിച്ച് തീർത്തപ്പോഴ്, എന്റെ ഖദീജ വഫാത്തായപ്പോഴ്, എന്റെ ഖദീജയുടെ മയ്യത്ത് കഫം പുടവ ധരിപ്പിക്കാൻ ഒരു നേരാമണ്ണമുള്ള ഒരു വസ്ത്രം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കീറിയ തുണിക്കഷ്ടങ്ങൾ തുന്നിക്കൂട്ടിയാണ് ഞാൻ എന്റെ ഖദീജയുടെ മയ്യത്ത് പൊതിഞ്ഞെടുത്തത്. അങ്ങനെയാണ് ഞാൻ എന്റെ പെണ്ണിനെ ജന്നത്തുൽ മുഅല്ലയിൽ കൊണ്ടുപോയി ഖബറടക്കിയത്. കോടീശ്വരായ ഖദീജ ബിബി കഫം പുടവ ധരിക്കാൻ പോലും കഴിവില്ലാത്തവണ്ണം ദരിദ്രയായാണ് ഈ ദീനിന് വേണ്ടി സമർപ്പിച്ച് തിരിച്ചു പോയത് സഹാബത്തെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ കണ്ണുനീരൊലിപ്പിച്ചപ്പോൾ, പരിശുദ്ധ റസൂൽ കരയില കണ്ടപ്പോൾ സഹാബത്ത് കരഞ്ഞുപോയി. കൂട്ടരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ നബിയെ സ്നേഹിക്കുന്ന സഹാബത്ത് എങ്ങനെ കരയാതിരിക്കുക? അവരും തല താഴ്ത്തി കരഞ്ഞപ്പോൾ, ഞാൻ ഇങ്ങനെ കരഞ്ഞാൽ എന്റെ അനുയായികൾ കരയുമെന്ന് കൃത്യമായി അറിയുന്ന പുണ്യ റസൂൽ കരച്ചിലൊന്ന് മാറ്റിയിട്ട് പുഞ്ചിരിച്ചപ്പോൾ സഹാബത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു, സഹാബ, കണ്ടില്ലേ എന്റെ വേദന, അറിഞ്ഞില്ലേ എന്റെ മനസ്താപം, മനസ്സിലാക്കിയില്ലേ എന്റെ ദുഃഖം? അതുകൊണ്ട് എന്റെ വേദന മറക്കാൻ നിങ്ങൾ എനിക്കൊരു മരുന്ന് തരണം. എന്റെ വേദന പോകാൻ നിങ്ങൾക്കൊരു മരുന്ന് തരണം. എന്താണ് മരുന്ന്? വേദന മറക്കാൻ അനാൽജിനോ പാരസെറ്റാമോളോ അല്ല മരുന്ന്. സഹാബത്തിനോട് റസൂൽ പറയാണ്, നിങ്ങൾ എനിക്കൊരു മരുന്ന് തരണം. എന്താണ് നബി പറയുന്ന മരുന്ന്? മരുന്ന് കൊടുക്കാൻ കഴിയാതെ സഹാബത്തെ തലതാഴ്ത്തിയപ്പോൾ റസൂൽ പറഞ്ഞു, സഹാബ, മരുന്ന് എന്റെ ശരീരത്തിനല്ല, എന്റെ കൽബിനാണ് മരുന്ന്. ഹബീബുള്ള മുഷിപ്പുള്ള സമയത്ത് അനുചരിൽ ചിലരോടായി പറഞ്ഞു മുത്ത്, സുറുറാൽ പറയണം ഒരു കിസ്സ തിരുസവിധത്തിൽ. അഹദോന്റെ ഹബീബുള്ള മുഷിപ്പുള്ള സമയത്ത് അനുചരിൽ ചിലരോടായി പറഞ്ഞു മുത്ത്, സുറുറാൽ പറയണം ഒരു കിസ്സ തിരുസവിധത്തിൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ എനിക്ക് മരുന്ന് എന്ന് പറഞ്ഞത് എന്റെ കൽബിനുള്ള മരുന്നാണ് വേണ്ടത്. എനിക്ക് തരേണ്ടത് കൽബിനുള്ള മരുന്നാണ്. എന്താണ് കൽബിനുള്ള മരുന്ന്?
എന്താണ് കൽബിന്റെ മരുന്ന്? അല്ലാഹുവിന്റെ പ്രവാചകന്മാരോട് പറയാണ്, നിങ്ങൾ ഖദീജ ബിബിയുടെ വഫാത്തിന്റെ വേദന മറക്കാൻ നിങ്ങൾ എനിക്കൊരു കഥ പറഞ്ഞു തരണം. നിങ്ങൾ എനിക്കൊരു കഥ പറഞ്ഞു തരണം. സ്നേഹതീരം എന്ന കഥ ഞാൻ ഇവിടെ പറയുമ്പോൾ ഈ കഥക്ക് 2 സാക്ഷാത്കാരമാണ് കൂട്ടരെ, 2 സാക്ഷാത്കാരമാണ്. എന്താണത്? ഒന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിനോട് പറയാൻ പറഞ്ഞ കഥ, മറ്റൊന്ന് ടിപ്പു നഗർ ഫ്രണ്ട്സ് സുബൈർ തോട്ടിക്കലിനോട് പറയാൻ പറഞ്ഞ കഥ. ഇതാണ് ഈ കഥയുടെ 2 സാക്ഷാത്കാരം. അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിനോട് പറയും, നിങ്ങൾ ഒരു കഥ പറഞ്ഞതാ. ആരും കഥ പറയുന്നില്ല. ആരോട് കഥ പറയും? ആരോട് കഥ പറയും? പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെയും പരസ്യങ്ങളെയും സത്യങ്ങളെയും മിഥ്യങ്ങളെയും തിരിച്ചറിയുന്ന പുണ്യ റസൂലിനോട് എന്ത് കഥ പറയാനാണ്? ആരും കഥ പറയാതിരുന്നപ്പോൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച റസൂൽ പറഞ്ഞു, യാ ഇബ്നു ഖുഹാഫ, ആരും കഥ പറയുന്നില്ല അബൂബക്കറെ, താങ്കൾ ഒരു കഥ പറയുമോ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് കഥ പറയാൻ പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖിന്റെ മറുപടി, യാ റസൂലല്ലാഹ്, റസൂലിന്റെ തിരുതോഴൻ അബൂബക്കർ അവരോധി ഹബീബേയൻ കഥ എന്തെന്ന് അതിനാൽ പറയട്ടെ ഉമർ ഫാറൂഖ് അവരും ഒന്ന്. അഹദോന്റെ ഹബീബുള്ള മുഷിപ്പുള്ള സമയത്ത് അനുചരിൽ ചിലരോടായി പറഞ്ഞു മുത്ത്, സുറുല പറയണം ഒരു കിസ്സ തിരുസവിധത്തിൽ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് കഥ പറയാൻ പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖിന്റെ മറുപടി, എനിക്കെന്തു കഥ എന്റെ ഹബീബേ, എന്റെ കഥ മുഴുവൻ നിങ്ങളാണ്. നിങ്ങളല്ലാത്ത മറ്റൊരു കഥ ഈ അബൂബക്കറിന്റെ കൽബിലില്ല. റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ കൽബിൽ വേറെ കഥയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ വല്ലാത്ത ടെൻഷനിലായി. അബൂബക്കർ സിദ്ദീഖിനോട് കഥ പറയാൻ പറഞ്ഞപ്പോൾ മൂപ്പരും പറഞ്ഞ കഥ പറയാൻ അറിയില്ല. സഹാബത്താരും കഥയും പറയുന്നില്ല. റസൂൽ ഒന്ന് തല താഴ്ത്തി. അപ്പോ കാര്യം മനസ്സിലാക്കി അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് വിഷമിക്കണ്ട, കഥ പറയാൻ അറിയുന്ന ഒരാളുടെ നമ്മുടെ കൂട്ടത്തിൽ. റസൂലുള്ളാഹി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അതാരാണ് ഇബ്നു ഖുഹാഫ? അത് മറ്റാരുമല്ല റസൂലേ, ഉമർ ഖത്താബാണ്. ഉമർ ഖത്താബ് ഇപ്പുറത്തേക്കാണ്. ഉമർ ഖത്താബാണ്. ഉമർ ഖത്താബിന്റെ പേരാണ് പറഞ്ഞത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞെട്ടി, അബൂബക്കറെ, എന്ത് കഥ? ഏത് കഥ? യാ റസൂലല്ലാഹ്, എനിക്ക് കഥയൊന്നും അറിയില്ല. അപ്പൊ വേഗം സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ സത്യമാണ്, ഉമർ ഖത്താബ് നല്ല കഥ അറിയാമോ? അത് പറഞ്ഞപ്പോ ഉമർ ഖത്താബ് പറഞ്ഞ സഹാബത്തിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ കണ്ടടിയില്ല. അപ്പൊ നബി പറഞ്ഞു, ഉമറെ, എനിക്ക് നിന്നെ അറിയാം, നിനക്ക് നല്ല കഥ അറിയും, ഉറപ്പാ. എന്റെ ജീവിതം സംഭവ ബഹുലമാണ്, അതുകൊണ്ട് പറ ഉമറെ, ഒരു കഥ പറ. ഒരു കഥ പറഞ്ഞതാ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നേരിട്ട് റസൂൽ ആവശ്യപ്പെടാണ്. ഉമർ ഖത്താബ് ആണെങ്കിൽ വല്ലാത്ത ടെൻഷൻ വേണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടതല്ലേ, കഥ പറയാതിരിക്കാൻ പറ്റും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫയോട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ എന്ത് കഥയാ പറയാ? എനിക്കങ്ങനെ യാ റസൂലല്ലാഹ്, ഞാനൊരു കഥ പറയാം. ഉമർ ഖത്താബ് പറയാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആവേശമായി. എല്ലാവരും ഒന്ന് അടുത്തിരുന്നു. ഉമർ ഖത്താബിന്റെ കഥയാ, രസമുണ്ടാവും കേൾക്കാൻ. അത് പറഞ്ഞ എല്ലാവരും അടുത്തിരുന്ന ഉമർ ഖത്താബ് തന്നെ ആവേശം ചോർത്തിക്കളഞ്ഞു. മൂപ്പര് പറഞ്ഞു, ആ കഥ വേണ്ട, കഥ ശരിയാവില്ല, കഥ ശരിയാവില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു, അത് എന്തുകൊണ്ട്? ഉമർ ഖത്താബ് പറഞ്ഞു, അതിനൊരു പ്രശ്നമുണ്ട്. നബി വെച്ച്, എന്താ പ്രശ്നം? എന്റെ റസൂലെ, ആ കഥക്കൊരു പ്രശ്നമുണ്ട്. അതെന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പുള്ള കഥയാണ്. ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പുള്ള കഥ. ഞാൻ മുശ്രിക്കായി ജീവിക്കുന്ന പഴയ കാലത്ത്, കാഫിറായി ജീവിക്കുന്ന കാലത്ത് സംഭവിച്ച കഥ, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള കഥ. അത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ആയിക്കോട്ടെ, ഇസ്ലാമിലേക്ക് വന്നപ്പോ നിന്നെ എനിക്കറിയാലോ, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള കഥ ആയിക്കോട്ടെ, നല്ല ധീരതയുള്ള ഒരു കഥ പറ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സമ്മതം കിട്ടിയപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ചരിത്രത്തിന് തുടക്കം കുറിക്കുകയാണ്. ഉമർ ഖിസ്സ എന്ന ഒരു ചരിത്ര കാവ്യമുണ്ട്, വിശാലമായ ചരിത്ര കാവ്യത്തിന്റെ ഗ്രന്ഥം. ആ ചരിത്ര കാവ്യത്തിൽ നിന്നാണ്, ഉമർ ഖിസ്സയിൽ നിന്നാണ് സ്നേഹതീരം എന്ന കഥാപ്രസംഗ ആവിഷ്കാരമാക്കി ഞങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നത്. ഉമർ ഖിസ്സ പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി, അങ്ങനെയാണെങ്കിൽ പണ്ട് ഞാൻ ദീനിലേക്ക് വരുന്നതിന്റെ മുമ്പ്, പണ്ട് പണ്ട് യാ റസൂലല്ലാഹ്, പണ്ട് പണ്ട് ഉമ്മുൽ ഖുറ അരികിൽ ചെണ്ട് അവിടം ഇരുളടഞ്ഞൊരു കാടിനകത്തടമിരുന്നു ഞാൻ. ആവേശം പൂണ്ട് കൊള്ള നടത്താറുണ്ട്. പണ്ട്
പണ്ട് ഉമ്മുൽ ഖുറ അരികിൽ ചെണ്ട് അവിടം ഇരുളടഞ്ഞൊരു കാടിനകത്തളമിരുന്നു ഞാൻ ആവേശം പൂണ്ട് കൊള്ള നടത്താറുണ്ട് അണുവോളം ഒരുത്തരെ വക ഞാൻ വെച്ചില്ല അതുവഴി വരുന്നവർക്കൊരു ഗുണമില്ല അണഞ്ഞോരെ പിടിക്കാതെ വെറുതെ വിടില്ല അണുവോളം ഒരുത്തരെ വക ഞാൻ വച്ചില്ല അതുവഴി വരുന്നവർക്കൊരു ഗുണമില്ല അണഞ്ഞോരെ പിടിക്കാതെ വെറുതെ വിടില്ല അതാ തേർ വീണു കാടിന് ഉമർ കാടെന്ന് പണ്ട് പണ്ട് ഉമ്മുൽ ഖുറ അരികിൽ ചെണ്ട് അവിടം ഇരുളടഞ്ഞൊരു കാടിനകത്തടമിരുന്നു ഞാൻ ആവേശം പൂണ്ട് കൊള്ള നടത്താറുണ്ട്. ഒരു കഥ പറയുകയാണ്. ഉമർ ഖിസ്സ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ റസൂലേ, എന്നെ നിങ്ങൾക്കറിയാലോ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നെ നിങ്ങൾക്ക് അറിയാലോ, ദീനിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു വല്ലാത്ത സാധന, ഞാൻ എവിടെ അടിയുണ്ടോ അവിടെ ഞാനുണ്ട്, എവിടെ കുലുമാലുണ്ടോ അവിടെ ഞാനുണ്ട്, എവിടെ കലഹമുണ്ടോ അവിടെ ഞാനുണ്ട്, എവിടെ കഥാപ്രസംഗമുണ്ടോ അവിടെ ബക്കറ്റ് ഉണ്ട്, ഇവിടെയുണ്ട്, കുറച്ച് മിനിറ്റ് വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ എവിടെ പ്രശ്നമുണ്ടോ അവിടെ ഞാനുണ്ടാവും. മക്കയിൽ നടക്കുന്ന ഒരാഴ്ചയിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ചന്തയുണ്ടോ, ഉക്കാള ചന്ത. ആ ഉക്കാള ചന്തക്കകത്ത് എന്നും ഗുസ്തി മത്സരം ഉണ്ടാവും. ആ ഗുസ്തി മത്സരത്തിൽ ഒപ്പോഴും ഞാൻ പങ്കെടുക്കും. എല്ലാ പ്രാവശ്യം എനിക്ക് ഫസ്റ്റ് കിട്ടും, സെക്കൻഡിനാ പിന്നെ മത്സരം ഉണ്ടാവുക. അങ്ങനെ മക്കത്ത് ഞാൻ ഒരു പ്രശ്നമായി ജീവിക്കുന്ന പഴയകാലം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ജനങ്ങൾ എന്നെ തേടി വരും. രണ്ട് ഗ്രൂപ്പായിട്ട് രണ്ട് അടിയും പിടിയൊക്കെ ഉണ്ടായാൽ ഒരു ഗ്രൂപ്പ് എന്നെ തേടി വരും, ഉമറേ നീ ഞങ്ങളുടെ കൂടെ വെക്കണം. ഞാൻ അവരുടെ പക്ഷത്ത് ചേർന്നാൽ മറുപക്ഷം അങ്ങനെ നോക്കും, അപ്പുറത്ത് ഉമ്മർച്ച ഉണ്ട് വിട്ടോ അറിയും. ഇങ്ങനെ മക്കത്തൊരു പ്രശ്നമായി ഞാൻ ജീവിക്കുമ്പോ എനിക്ക് തോന്നി, റസൂലേ, ഒരു കേന്ദ്രം ഉണ്ടാക്കണം, ഒരു ഓഫീസ് ഉണ്ടാക്കണം. ഓഫീസ് ഓഫ് അടി ഇടി, അടിക്കൂടിക്ക് ഒരു ഓഫീസ്. ടിപ്പുനഗറിലെ ഫ്രണ്ട്സിന് ഓഫീസ് ഉണ്ടോ? ഉണ്ടാവും. ഇല്ലേ? ഇല്ല, ആയിട്ടില്ല. അപ്പോ എന്തിനൊരു കേന്ദ്രം വേണം, ഒരു കേന്ദ്രം വേണം. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കേന്ദ്രം കണ്ടുപിടിച്ചു. ജനങ്ങൾ എന്നെ തേടി വരികയല്ലേ, അതുകൊണ്ട് അവർക്ക് എന്നെ തേടി വരുമ്പോ ഞാൻ എന്നെ കാണാൻ വേണ്ടി ഒരു കേന്ദ്രം. അപ്പോ റസൂലുള്ളാഹി ചോദിച്ചു എന്നാണ് ഉമർ ഖിസ്സ പറയുന്നത്, ഏതാണ് കേന്ദ്രം? മക്കയിൽ താങ്കളുടെ കേന്ദ്രം ഏതാണ്? അപ്പൊ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ജബൽ ഖുബൈസ് പർവതത്തിന്റെ താഴ്വാരം. പെട്ടെ ഖുബൈസിൻ പകുട്ടി നൊരട്ടാതി പിട്ടത് ലംലമതാ പിത്തം പദൈ തിരു ഹസ്തം ശിരസിൽ വെത്ത് വിളിത്തുരത്താ പെട്ടെ ഖുബൈസിൻ പകുട്ടി നൊരട്ടാതി പിട്ടത് ലംലമതാ പിത്തം പദൈ തിരു ഹസ്തം ശിരസിൽ വെത്ത് വിളിത്തുരത്താ. അതാണ് ജബൽ ഖുബൈസ്. ബദർ യുദ്ധത്തിന്റെ ആദ്യത്തെ കാഹളം മുഴങ്ങിയത് എവിടെയാ? അത് ജബൽ ഖുബൈസ് പർവ്വതത്തിലാണ്. ബദർ വലിയൊരു ചരിത്രമാണ്, ഞാൻ പറയല്ല, അത് പറഞ്ഞാൽ തീരും ചെയ്യില്ല. അബൂ സുഫിയാൻ എന്ന് പറയുന്ന കച്ചവടക്കാരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ തന്നെ പിടിക്കാൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോ മക്കയിലേക്ക് വിവരം കൊടുക്കാൻ 20 മിസ്കാൽ സ്വർണം നൽകിയിട്ട് കൂലി പറഞ്ഞിട്ട് ലംലം എന്നൊരു മനുഷ്യനെ വിട്ടു. അയാൾ മക്കയിൽ വന്നിട്ട് മസ്ജിദുൽ ഹറമിനടുത്തുള്ള ജബൽ ഖുബൈസ് പർവ്വതത്തിന്റെ മേലെ കയറി. അവിടെ നിന്നാണ് അയാൾ വിളിച്ചു പറഞ്ഞത്, യാ അഹ്ല ഖുറൈശ്, ഈ ഖുറൈശി സമൂഹമേ, നിങ്ങൾക്ക് നാശം, നിങ്ങളുടെ കച്ചവട മുതലുകൾ പിടിച്ചെടുക്കാൻ മുഹമ്മദ് ഒരുങ്ങിയിരിക്കുന്നു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ജബൽ ഖുബൈസ്. ഇന്ന് ആ മല അവിടെ കാണൂല, മക്കത്ത് പോയാൽ പരിധിയാ കാണൂല. ആ മല ഇന്ന് അവിടെ ഇല്ല. ബാബ് അബ്ദുൽ അസീസിലേക്ക് കയറി പോകുമ്പോ, വിശുദ്ധമായ ഹറമിലെ ബാബ് അബ്ദുൽ അസീസ് ആ ഗേറ്റിലേക്ക് കയറി പോകുമ്പോൾ വലതു ഭാഗത്ത് നോക്കിയ 2 കൊട്ടാരം കാണാം. നമുക്ക് 2 കൊട്ടാരം. ഒന്ന് മക്കത്തെ ഇമാമിങ്ങൾക്ക് താമസിക്കാൻ, മറ്റൊന്ന് മക്കത്തെത്തുന്ന സൗദി ഗവൺമെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാൻ. ഈ 2 കൊട്ടാരങ്ങൾ പടുത്തുയർത്തപ്പെട്ടത് ജബൽ ഖുബൈസ് പർവ്വതത്തെ ഇടിച്ചു നിരത്തിയിട്ട് അതിന്റെ മേലെയാണ്. അതുകൊണ്ട് ആ മലയിൽ നിന്ന് കാണൂല. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ആ കാലത്ത് ജബൽ ഖുബൈസ് പർവ്വതം, അവിടെ അതിന്റെ ഒരു ഭാഗത്ത് സിംഹം താമസിച്ച ഒരു ഗുഹയുണ്ടായിരുന്നു. സിംഹം താമസിച്ച ഗുഹ. ആ സിംഹം താമസിച്ച ഗുഹയുടെ തൊട്ടടുത്തൊരു വീതിയുള്ള പാറയുണ്ടായിരുന്നു. ആ പാറയും ഗുഹയുമാണ് എന്റെ കേന്ദ്രം. ഉമർ പറയാണ്, ഞാൻ രാവിലെ തന്നെ പാറപ്പുറത്ത് വെച്ചിരിക്കും. എന്റെ പ്രധാന പണി, ജാഹിലിയ കാലത്തിലാണ്, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ പ്രധാന പണി, അതിന്റെ താഴ്ഭാഗത്തോട് ഒരു ആൾക്കാർ പോണ വഴിയുണ്ട്. അതിലെപ്പോഴും കാര്യങ്ങൾ ഇങ്ങനെ പോകും.
ഞാൻ ആ പോണവനെ കണ്ട പേടിപ്പിച്ചിട്ട് അവന്റെ മുന്നിൽ ചാടി വീണ് പേടിപ്പിക്കും, വാളൊക്കെ വലിച്ചൂറു. എന്നിട്ട് അവന്റെ കയ്യിലുള്ളത് ഞാൻ കിട്ടെടുക്കും. എത്ര വല്ല പൈസക്കാരൻ അവിടെ വന്നാലും തിരക്കടില്ല. അവൻ എന്റെ മുന്നിലെത്തിയാൽ ഞാൻ പണക്കാരനാകും, അവൻ പാപ്പറാവും. ഞാൻ അവനെ ആ കോലത്തിലാക്കും. അങ്ങനെ ഒരു ദിവസം എന്റെ റസൂലെ ഞാൻ ആ പാറപ്പുറത്ത് ചെന്ന് കിടന്നു. രാവിലെ ഏറെ നേരമായിട്ടും ആരും അത് വഴി വന്നില്ല. ഞാൻ വല്ലാത്ത ടെൻഷനില്ല. ഇതെന്താ ആരും വരാത്ത, ഞാനെന്തെങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒറ്റക്കായ ഇന്ന് പിടിച്ചോരിക്കാൻ കിട്ടുന്നില്ലല്ല. ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ അകലെ എവിടെ നിന്നോ ഒരു കുതിരയുടെ കുളമ്പടി കേൾക്കാൻ തുടങ്ങി. ആരോ വരുന്നുണ്ട്. കുതിരയുടെ കുളമ്പടി കേട്ടപ്പോ ഞാൻ ഇങ്ങനെ നോക്കി. പൊട്ടിപ്പടലങ്ങൾ പടർത്തിക്കൊണ്ട് ഒരു കുതിര വരികയാണ്. പൊട്ടുപോലെ അകലെ നിന്ന് ഞാൻ കണ്ടു. അതെങ്ങോട്ട് പോകണമെന്ന് ഞാൻ നോക്കി നിന്നു. പറഞ്ഞു, ഞാൻ വിടാ, ഞാൻ ആരാ മോൻ? ഞാൻ എന്റെ കുതിരപ്പുറത്ത് ചാടിക്കയറി അതിവേഗം അവനെ പിന്തുടർന്നു. കിട്ടണില്ല അവനെ. അസാധ്യ സ്പീഡിൽ അവന്റെ കുതിര പോണത്. ഞാൻ വിളിച്ചുട്ടേ, ഒന്ന് നിൽക്കണോ? അവൻ നിൽക്കുന്നില്ല. വല്ലാത്ത പോക്ക്. അവന്റെ കുതിരയുടെ 4 അയലത്തെത്താൻ എന്റെ കുതിരക്ക് പറ്റുന്നില്ല. ദേഷ്യം പിടിച്ച ഞാൻ ഒരൊറ്റ ചവിട്ട് എന്റെ കുതിര കൊടുത്ത് അതോടെ ഉള്ള സ്പീഡും ഇല്ലാണ്ടായി. അപ്പൊ ഞാൻ സത്യത്തിൽ തോറ്റു. ഇവിടെ മുറത്തവർ ഞാൻ തോറ്റപ്പോ ഞാൻ പിടിച്ചു. ഡാ ഒന്ന് നിക്കടാ, ഞാൻ തോറ്റടാ, ഒന്ന് നിക്കടാ, ഞാൻ തോറ്റടാന്ന് പറഞ്ഞപ്പോ അതിവേഗമോടുന്ന കുതിരയുടെ കടിഞ്ഞാണ് അവൻ പിടിച്ചു വലിച്ചിട്ടുണ്ടാവണം. ആ കുതിര ഫ്രണ്ട് കാലം മണ്ണിലേക്ക് അങ്ങോട്ട് കുത്തിയിട്ട് ബാക്ക് കാലിലൊന്ന് കറങ്ങി. ഞാൻ അവന്റെ അടുത്തെത്തുമ്പോ ആ വെളുത്തു മരിഞ്ഞ ചെറുപ്പക്കാരൻ എന്നോട് ചിരിച്ചോണ്ട് ചോദിക്കായി, ഏയ് കാട്ടിലെ വമ്പാ, കാട്ടിലെ വമ്പാ, നീ എന്തേ വിളിക്കുന്നു തോറ്റമ്പിയോ എന്റെ മണ്ട? മണ്ട ഓടിക്കിതച്ചുവോ എന്താ കിതയ്ക്കുന്നു പേടിപ്പെടുത്തുന്ന കണ്ട? കണ്ട കാട്ടിലെ വമ്പാ, നീ എന്തേ വിളിക്കുന്നു തോറ്റമ്പിയോ എന്റെ മണ്ട? മണ്ട ഓടിക്കിതച്ചുവോ എന്താ കിതയ്ക്കുന്നു പേടിപ്പെടുത്തുന്ന കണ്ട? കണ്ട പേശിയവൻ നിന്ന ദേശത്തിൽ ഞാനുമേ വാശിയിൽ കൂശി പേരെന്താ? എന്താ ദേഷ്യം പിടിച്ചവൻ ദൂഷ്യം മറക്കാതെ വീശി നിൻ പേർ ചൊല്ലി ചുങ്ക. ചുങ്ക കാട്ടിലെ വമ്പാ, നീ എന്തേ വിളിക്കുന്നു തോറ്റമ്പിയോ എന്റെ മണ്ട? മണ്ട ഓടിക്കിതച്ചുവോ എന്താ കിതയ്ക്കുന്നു പേടിപ്പെടുത്തുന്ന കണ്ട? കണ്ട ഞാൻ അവന്റെ അടുത്തെത്തുമ്പോ അവൻ എന്നോട് ചോദിക്കാ, ഏയ് കാട്ടിലെ വമ്പ, തോറ്റുപോയോടാ മണ്ടാൻ. ഉമർലാവിന് പറയാൻ എന്റെ റസൂലിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരുത്തൻ എന്നോട് ചോദിക്കുന്നത് തോറ്റുപോയോടാ. ഞാൻ പറഞ്ഞു, ഡായ് നീ ആരടാ? അവൻ എന്നോട് ചോദിച്ചു, താൻ ആരടാ? ഞാൻ പറഞ്ഞു, നീ ആരടാ? അവൻ ചോദിച്ചു, താൻ ആരടാ? ഞാൻ ചോദിച്ചു, ഡേ മോനെ നീ ആര്? അവൻ ചോദിച്ചു, താൻ ആര്? ഉമർ റളിയല്ലാഹു പറഞ്ഞു, എന്റെ മോനെ നീ എന്നോട് വല്ലാണ്ട് കളിക്കണ്ട, എന്റെ പേര് കേട്ടാ നീ ഞെട്ടും. അവൻ പറഞ്ഞു, ഞൊട്ടും. ഞെട്ടാനോ? താൻ ആരടാ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അവനെ പേടിപ്പിക്കാൻ വേണ്ടി അവനോട് പറഞ്ഞു, നിനക്ക് അറിയണടാ ഞാൻ ആരാണെന്ന്? എന്നാ കേട്ടോ, ഞാനാ മോനെ, ഞാനാണ് ഉമർ എന്ന മക്കത്തെ വീരൻ, ആരാരും ഭയക്കുന്ന ഖത്താബിൻ സൂസൻ, ആനത്വം തുടിക്കുന്ന കരുത്തുള്ളവൻ, നീ അറിയൂ ഒന്നറിയൂ എൻ കഥകൾ, നീ അറിയൂ ഒന്നറിയൂ എൻ കഥകൾ. ഞാനാണ് ഉമർ എന്ന മക്കത്തെ ധീരൻ, ആരാരും ഭയക്കുന്ന ഖത്താബിൻ സൂതൻ, ആണത്തം തുടിക്കുന്ന കരുത്തുള്ളവൻ, നീ അറിയൂ ഒന്നറിയൂ എൻ കഥകൾ, നീ അറിയൂ ഒന്നറിയൂ എൻ കഥകൾ. അവനെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ അവനോട് പറഞ്ഞു, എന്നാ കേട്ടോ, ഞാൻ ആരാണെന്ന് അറിയേണ്ടത് നിനക്ക്? ഞാനാണ് മക്കത്തെ ഉമർ, ഖത്താബിന്റെ മകൻ ഉമർ, ജബൽ ഖുബൈസ് പർവതത്തിന്റെ അധിപൻ ഉമർ, റുകേള ചന്തയുടെ നായകൻ മക്കത്തെ ഉമറാ ഞാൻ. ഞാൻ എന്റെ വാളണ്ട് വലിച്ചൂരി റസൂലേ, വാളങ്ങോട്ട് ഊരിയിട്ട് പറഞ്ഞു, ഡാ ഈ വാള് ഞാൻ വെറുതെ കൊണ്ട് നടക്കണതല്ല, നിന്നെ പോലെ എന്നോട് മത്സരിക്കുന്നവന്റെ തലവെട്ടാൻ
ഉപയോഗിക്കുന്ന വാളായത്. ഈ വാളിന് മൂർച്ചയില്ല എന്നൊന്നും നീ കണക്കൂട്ടണ്ട. എന്റെ വാളിന്റെ മൂർച്ച നോക്കിയിട്ടാ ഞാൻ പറയുന്നത്. എന്റെ വാളിന്റെ മൂർച്ച നോക്കുന്ന പണി എങ്ങനെയാണെന്ന് അറിയണോ നിനക്ക്? എൻ വാളിൻ മൂർച്ച ഞാൻ നോക്കുന്നതു കേൾക്ക്, ജമലിൻ കഴുത്തൊന്ന് ഞാനറുത്ത്, ഞാനുള്ള പക്ഷത്ത് പിന്നെ എതിർപ്പില്ലല്ലോ, ഞാനറിയാതെ സുമൈ വഴി പോകില്ലല്ലോ. ആരാടോ നീ എന്ന് ചൊല്ലു സ്വദീഖേ, വീരോടെ കുതിരയെ ഓട്ടും ഹബീബേ. ആരാടോ നീ എന്ന് ചൊല്ലു സ്വദീഖേ, വീരോടെ കുതിരയെ ഓട്ടും ഹബീബേ. ഞാൻ അവനോട് പറഞ്ഞു എന്റെ വാളിന്റെ മൂർച്ച നോക്കുന്ന പണി എങ്ങനെയാണെന്ന് അറിയണോ നിനക്ക്? ഞാൻ ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോ ആരാന്റെ ഒട്ടകത്തെ എവിടെയെങ്കിലും കെട്ടിയിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ഒട്ടകത്തെ കണ്ടാൽ വെറുതെ തലക്കൊരു വെട്ട് കൊടുക്കാൻ എന്റെ വാളുണ്ട്. ഒരൊറ്റ വെട്ടിനാ തലമുറിഞ്ഞ് താഴെ വീണാൽ ഞാൻ കണക്ക് കൂട്ടും എന്റെ വാളിന് മൂർച്ച ഉണ്ട്. ഇല്ലെങ്കിൽ അതവിടെ വലിച്ചെറിഞ്ഞ് വേറെ വാളും തേടി പോവും ഞാൻ. അങ്ങനെ വെട്ടിയാൽ രണ്ട് കാര്യം ഉറപ്പാ. ഒന്നെന്റെ വാളിന്റെ മൂർച്ച എനിക്കറിയാം, മറ്റൊന്ന് ഏതവന്റെ ഒട്ടകത്തെ ഖത്താബിന്റെ മകൻ ഉമർ വെട്ടിയാലും എന്നോട് ചോദിക്കാൻ ഒരു കുട്ടി മക്കത്ത് വരൂല. അങ്ങനത്തെ ഉമറാ ഞാൻ. ആ ഉമറിനോടാണോ നിന്റെ കളി? ഞാനത് പറഞ്ഞപ്പോ ഉമർന്നാൻ പറയാം, ഞാൻ എന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ അവതരിപ്പിച്ചപ്പോ അവനൊന്നിങ്ങനെ നോക്കിയിട്ട് ചിരിച്ചോണ്ട് പറഞ്ഞ, അത് ശരി, നീയാണ് ആ ഉമറല്ലേ? വിലമേറും മക്കത്തുമർ വമ്പൻ താനാണോ, വലിയ കവർച്ച തലയാളി നീയാണോ, വലിയ കവർച്ച തലയാളി നീയാണോ, വലിയ കൊല കൊമ്പനെന്നു നടിക്കല്ല, വന്നെന്നെ ഓടി പീഡിക്കാൻ കഴിഞ്ഞില്ല, വന്നെന്നെ ഓടി പീഡിക്കാൻ കഴിഞ്ഞില്ല. വിലമേറും മക്കത്തുമർ വമ്പൻ താനാണോ, വലിയ കവർച്ച തലയാളി നീയാണോ, വലിയ കവർച്ച തലയാളി നീയാണോ, വലിയ കൊല കൊമ്പനെന്നു നടിക്കല്ല, വന്നെന്നെ ഓടി പിടിക്കാൻ കഴിഞ്ഞില്ല, വന്നെന്നെ ഓടി പീഡിക്കാൻ കഴിഞ്ഞില്ല. നീയാണ് ആ മക്കത്തെ ഉമറല്ലേ? കേട്ടിട്ടുണ്ട്. ഒരുപാട് നിന്നെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഉമർഹത്താവ് പറയാ, അവൻ എന്നോട് പറയാണെന്ന്, നിന്നെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ കേട്ട ഉമർ ഇപ്പൊ കണ്ട ഉമർ തമ്മിലേ ആനയും അണ്ണാനും തമ്മിലുള്ള അന്തരമുണ്ട്. ആനയും അണ്ണാനും എന്ന് പറഞ്ഞ സാധനം അറിയില്ലേ? വംശനാശം നേരിട്ടിട്ട് ഇപ്പൊ ഇല്ല സാധനം കാണാൻ. സാധനങ്ങൾക്ക് അറിയാലേ? ഏകദേശം ഇവനെ പോലെ ഇരിക്കും. ഓരോണ്ടോ അങ്ങോട്ട് കൂടെ നോക്കട്ടെ, നമുക്ക് അതറിയാം. അപ്പോ അണ്ണാന്ന് പറഞ്ഞ ചെറുതും ആന വലുതുവാ. അപ്പൊ ഇയാൾ ഉമറത്താവിനോട് പറഞ്ഞു, കേട്ട ഉമർ വലുതാ, കണ്ട ഉമർ ചെറുതാ. ഉമർത്താന്ന് പറഞ്ഞ അതെന്താ? അതോ ഞാൻ കേട്ട് പഠിച്ച ഉമർ എന്ന് പറഞ്ഞാൽ ധീരനാണ്, ശൂരനാണ്, പരാക്രമയാണ്. ആ ഉമറിന്റെ മുന്നിലൂടെ ഒരു ആൺകുട്ടിക്ക് അവനോട് ചോദിക്കാണ് നടക്കാൻ പറ്റില്ല. ഞാൻ കേട്ടതും പഠിച്ചതൊക്കെ. ഇപ്പൊ ഇവിടെയോ എന്റെ കുതിരന്റെ ബാക്കിൽ ഓടി തോറ്റിട്ട് ഞാൻ തോറ്റടാ, ഒന്നും നിക്കടാ എന്നോട് പറയണ ഒരു ഭീരുവായി ഞാനല്ലടാ തോറ്റത്, എന്റെ കുതിരയാ തോറ്റേ. വീണത് ന്യായീകരിക്കാണ്. ഞാനല്ല തോറ്റത്, എന്റെ കുതിരയാ തോറ്റത്. അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, വിഡ്ഢിത്തം പറയരുത്. നീ ധീരനാണെങ്കിൽ നിന്റെ കുതിര ജയിക്കണം. എന്റെ കുതിര ജയിച്ചത് കുതിരയുടെ മിടുക്കല്ല, ഞാൻ ധീരനായതുകൊണ്ട് എന്റെ കുതിര ജയിച്ചു. നീ ഭീരുവായതുകൊണ്ട് നിന്റെ കുതിര തോറ്റു. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, സത്യത്തിൽ അവന്റെ മുന്നിൽ മൊത്തത്തിൽ ഞാൻ തോറ്റു. ഞാൻ അവനോട് പറഞ്ഞു, ശരിക്കും ഞാൻ നിന്നോട് തോറ്റിട്ടുണ്ട്. വാക്കിലും തോറ്റു, ഓട്ടത്തിലും തോറ്റു, എല്ലാത്തിലും തോറ്റു. പക്ഷെ തോറ്റതിപ്പോ ഞാനും നീയും രണ്ട് കുതിരയല്ലാണ്ട് വേറെ ആരും അറിയില്ല. വലിയ സമാധാനം തന്നെ. പക്ഷെ എന്റെ ജീവിതത്തിൽ ഭാവിയിൽ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോ എനിക്കറിയണം ഞാൻ ആരോടാ തോറ്റത് എന്ന്. അതുകൊണ്ട് എന്താ നിന്റെ പേര്? അപ്പൊ അവൻ പറഞ്ഞു, അങ്ങനെ മാന്യമായിട്ട് ചോദിക്കണോ? മാന്യമായിട്ട് ചോദിച്ചാൽ ഞാൻ മാന്യമായിട്ട് മറുപടി പറയും. പേടിപ്പിക്കലൊന്നും നടക്കൂലായിരുന്നു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ശരി മാന്യ, എന്താ എന്റെ പേര്? അപ്പം പറഞ്ഞു, എന്റെ പേര് അബ്ദുള്ള, പൂർണ്ണമായ പേര് അബ്ദുള്ള ഇബ്നു ഷേറ. റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ സ്പീഡ് പോലത്തെ തന്നെ പേര്. അല്ല, നീ എന്താ സ്പീഡ് പോണത്? എന്തിനാണ് ഇത്ര സ്പീഡ് പോണത്? അപ്പൊ അബ്ദുള്ള ഇബ്നു ഷേറ പറഞ്ഞു, കഥ പറയാൻ നേരമില്ല, നീ അവിടെ പോയി ഇരുന്നിട്ട് വരുന്നാളെ പിടിച്ചോ, ഞാൻ വേമ്പുവാണ്. എനിക്കിന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് റോമിലെത്തണം, റോം പട്ടണത്തിലെത്തണം. ഉമർലാവിന് പറഞ്ഞു, അതെന്തിന്? ഉമറെ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കഥ പറയാൻ നേരമില്ല, എനിക്ക് റോമിലെത്തണം, നീ വിട്. ഉമർഖത്താബ് പറഞ്ഞ, നീ പോണ്ട, ആ കാരണം പറഞ്ഞിട്ട് പോയിക്കോ, വേറെ പണിയൊന്നുമില്ല, ഞാൻ ചോദിച്ചിട്ടില്ല, കാര്യം പറയാം. ഉമറിനെ കൊണ്ട് ഇടങ്ങാറായി. എന്നാ കേട്ടോ,
ഞാൻ അന്നേരത്തെ സ്പീഡ് പോണെന്ന് ചോദിച്ചില്ലേ? എനിക്ക് റോമില് ഒരു പെണ്ണുണ്ടടാ. എനിക്കുമുണ്ടൊരു ബീവി, ഊമത്തിന്നൊരു ഹൂറി, ചെറുപ്പമിൽ കളിയാടി അടുത്തു തമ്മിലെ കൂടി. എനിക്കുമുണ്ടൊരു ബീവി, ഊമത്തിന്നൊരു ഹൂറി, ചെറുപ്പമിൽ കളിയാടി അടുത്തു തമ്മിലെ കൂടി. മനസ്സിനൊത്തൊരു കിളിമകളായി മഹിമ പെണ്ണവൾ മാറി. എനിക്കുമുണ്ടൊരു ബീവി, ഊമത്തിന്നൊരു ഹൂറി, മകളിലൊത്തൊരു മധുബനെന്ന് മനുജർ മാലിക്കിൽ കൂറി. ചെറുപ്പമിൽ കളിയാടി അടുത്തു തമ്മിലെ കൂടി. എനിക്കുമുണ്ടൊരു ബീവി, ഊമൈമത്തെന്നൊരു ഹൂറി, ചെറുപ്പമിൽ കളിയാടി അടുത്തു തമ്മിലെ കൂടി. എനിക്ക് റോമിൽ ഒരു പെണ്ണുണ്ട് ഇതേ പറഞ്ഞിട്ടുള്ള മൂപ്പര്. അപ്പം പറഞ്ഞ പറഞ്ഞ അത് ശരി, അതാ ഇത്ര സ്പീഡ്. അതുണ്ടാവും, അത് സർവ്വസാധാരണ അല്ലേ? നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാർ ബൈക്കിന് സ്പീഡ് കൂടുന്ന ടൈമപ്പാ 3 മണിക്ക് ശേഷം. കാരണം എന്താ? 4 മണിക്കാ വിടുക. ഇങ്ങനത്തെ കട്ടറോഡ് പോലത്തെ ഞാൻ കണ്ടല്ല, 2 മണിക്കേ വിട്ടോ, സമയത്തവിടെ എത്തണ്ടേ. അപ്പൊ ഉമറില്ലാഹുവിന് പറഞ്ഞ് പെണ്ണക്കണ പോണ പോക്കാണല്ലേ, അതത്ര സ്പീഡല്ലേ? അപ്പൊ പറഞ്ഞു, ഉമറേ ഞാൻ നിന്നെ പോലൊരു ഊച്ചാളിയല്ല. ഉമർ ഖത്താബ് പറഞ്ഞു, പിന്നെ നീ ആരാ മാന്യ? ഞാൻ റോമിലെ ചക്രവർത്തിയുടെ പ്രധാനമന്ത്രി ഷെഹറയുടെ മോനാ, റോമിലെ മന്ത്രിയുടെ മോനാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു പറഞ്ഞു, റോമിലെ മന്ത്രിയുടെ മോൻ എന്താ ഷാമെന്ന് വരുന്നത്? റോമിലെ മന്ത്രിയല്ലേ നീ, ഷാമെന്ന് എന്തിനാ വരുന്നത് മന്ത്രിയുടെ മോനാകുമ്പോ? അപ്പം പറഞ്ഞു, അത് വേറെ കഥ. ഉമർ ഖത്താബ് പറഞ്ഞു, നീ ആരാ കഥ ബുക്ക? മരിക്കും തോറും കഥ അങ്ങനെ മാറി മാറി വരാം. അപ്പൊ പറഞ്ഞു, അതെന്നല്ല ഉമറേ, ഞാൻ പോവാണ്. ഉമർ ഖത്താബ് പറഞ്ഞു, നീ ആ കഥയും കൂടി പറഞ്ഞിട്ട് പോയാൽ മതി. ആ കഥ എന്താന്ന് പറഞ്ഞിട്ട് പോ. അപ്പൊ ഇയാളെ പറഞ്ഞു, നീ തെറ്റിദ്ധരിക്കും ഞാൻ അങ്ങനെ പോയാൽ, അതുകൊണ്ട് നിന്നോട് ഞാൻ കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് പോകും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ജനിച്ചത് റോം കൊട്ടാരത്തിലാണ്. എന്റെ പിതാവ് എന്നെ വളർത്തിയതും റോമിലെ കൊട്ടാരത്തിലാണ്. റോം കൊട്ടാരത്തിൽ ഞാൻ ജനിച്ചു വളർന്നു. ഞാൻ ജനിച്ചിട്ട് 5 കൊല്ലം കഴിഞ്ഞപ്പോ, എനിക്ക് 5 വയസ്സായപ്പോ റോം ചക്രവർത്തിക്ക് ഒരു പെൺകുട്ടി പിറന്നു. അവളുടെ പേര് ഉമൈമ എന്നാണ്. ചെറുപ്പത്തിൽ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചാ നടക്കുക, ഒന്നിച്ചാ കളിക്കുക, ഒന്നിച്ചാ കുളിക്കുക, ഒന്നിച്ചാ തിന്ന, ഒന്നിച്ചാ ഉറങ്ങുക, ഒന്നിച്ചാണ്. അപ്പൊ നാട്ടുകാർ പറയും, അയ്യ അബ്ദുള്ളാക്ക് പറ്റിയ പെണ്ണാത്, ആ പെണ്ണിനെ പറ്റിയ മോന അബ്ദുള്ള. നാട്ടുകാരങ്ങനെ പലതും പറയും. ഒരിക്കല് എന്റെ ബാപ്പ ഷെഹറ എന്ന മന്ത്രിയെ രാജാവ് അരികത്ത് വിളിച്ചു. അണ്ട് മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി നമ്മുടെ മക്കളുടെ നടത്തം കണ്ടില്ലേ, ആ ഒന്നിച്ചുള്ള പോക്കും ഒന്നിച്ചുള്ള വരവും നമുക്ക് അവരെ അങ്ങ് നടത്തിയാലോ? അപ്പൊ മന്ത്രി പറഞ്ഞു, അവർ നടക്കല്ലേ ചെയ്തു, നടക്കുന്ന ആളെ കുറിച്ച് ഒന്നും കൂടി നടത്തലുണ്ട. അല്ല മന്ത്രി, അവർ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒന്നിച്ച് നടക്കണ പോലെ വലുതായാൽ അവരെ കല്യാണം കഴിപ്പിച്ചാണ്ട് വിട്ടാലോ, മംഗലം കഴിപ്പിച്ച് വിട്ടാലോ? മന്ത്രി ഞെട്ടിപ്പോയി. വലിയ മന്ത്രി ചിരിച്ചോണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് അതാണ് താല്പര്യമെങ്കിൽ എനിക്കതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ. അവരുടെ മംഗലപ്രായമാകുമ്പോഴേക്ക് നമ്മളിൽ ആരാണ് ബാക്കിയാവാന്ന് പറയാൻ പറ്റില്ലല്ലോ, ആരാ മരിക്കാര ബാക്കിയാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കതൊരു കരാറാക്കണം, ഒരു അച്ചാരം എഴുതണം, ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണം. അപ്പൊ രാജാവ് പറഞ്ഞു, നീ ബുദ്ധിമാനായ മന്ത്രിയാ, ബുദ്ധിമാനായ മനുഷ്യന്മാരായ ബുദ്ധി വേണോ? പണ്ടൊരുത്തൻ ഡോക്ടറെ അടുത്ത് പോയൊരു കഥ ഉണ്ട്. മാനസിക രോഗം പിടിച്ചിട്ട്. എന്താ അവന്റെ മാനസിക രോഗം എന്നറിയോ? ഓന് ഈ കട്ടിലില്ലേ കിടക്കണേ, അതിനെന്താ പറയാ, കട്ടില്. അതിന്റെ മേലെ കയറി കിടന്നാൽ തോന്നും അടിയിൽ ആരോ ഉണ്ട്, അടിയിൽ ഇറങ്ങി കിടന്നാൽ തോന്നും മേലെ ആരോ ഉണ്ട്. ഇതൊരു വല്ലാത്ത രോഗം തന്നെയാണ്. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് ഭയങ്കര രോഗമാണ്, ഇത് അടുത്ത കാലത്തൊന്നും മാറൂല. പിന്നെ മനഃശാസ്ത്ര വിദഗ്ധനായ ഡോക്ടറാണ് ഇയാൾ. ഇയാൾ പറഞ്ഞു, ഇത് കുറെ 6 മാസം തുടർച്ചയായിട്ട് മരുന്ന് കുടിക്കണം, ആഴ്ചക്ക് വരും പോകണം, ആഴ്ചക്ക് 500 രൂപ ഫീസും 1500 രൂപ മരുന്നു. ഇവങ്ങനെ നോക്കി, കട്ടിലിന്റെ അടിയിൽ കിടന്നിട്ട് മേലെ ഒരാളുണ്ട്, മേലെ കിടന്നിട്ട് അടിയിൽ ഒരാളുണ്ട്. ഈനാന്ന് 1500 2000. ഇവൻ പിന്നെ ആ ബൈക്ക് പോയില്ല. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇവരെ കണ്ടുമുട്ടി ഹോട്ടലിൽ വെച്ചിട്ട്. രണ്ടാളും ഭക്ഷണം കഴിക്കാതിരുന്നു നോക്കുമ്പോൾ ഡോക്ടറെ നേരെ മുമ്പിൽ ഇവർ ഇരുന്ന് തിന്നു. ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നീ അല്ലടാ കട്ടിലിന്റെ മേലെ കിടക്കുമ്പോൾ അടിയിൽ കിടക്കുമ്പോൾ മേലെ ആളുണ്ടെന്ന് തോന്നാണ്. നിന്റെ രോഗം പോയാ? ഓൻ പറഞ്ഞു, അന്നേ പോയില്ലേ? അന്നേ പോയാ? നീ ആരെയാ കാണിച്ചത്? എന്നെ അല്ലാണ്ട് വേറെ ആരെയാ കാണിച്ചത്? ഈ നാട്ടിൽ ഞാനാണല്ലോ മനഃശാസ്ത്ര വിദഗ്ധൻ, വേറെ ആരെയാ കാണിച്ചത്? ഞാനൊരു ആശാരിനെ കാണിച്ചത്. ആശാരിയില്ലേ, ആശാരിക്ക് ആശാരി തന്നെയല്ലേ പറയാ, ആശാരിനെ കാണിച്ചെന്നു. മനഃശാസ്ത്ര വിദഗ്ധനായ ആശാരിയോ? അതൊന്നും എനിക്കറിയില്ല, ഞാൻ ഓനെയാ കാണിച്ചെന്നാണ്. എത്ര ഫീസ്? 100 രൂപ. ഓനെന്താക്കിയ? ഓനെന്ത് മരുന്നാന്ന്? ഓൻ മരുന്നൊന്നും തന്നിട്ടില്ല, കട്ടിലിന്റെ 4 കാലും മുറിച്ചിട്ട് നിലത്താട്ട് എടുത്ത് വെച്ചെന്ന്. അപ്പൊ എന്തുണ്ടായി? അടിയിൽ കിടക്കുന്ന ആളുണ്ടെന്ന് തിരിയില്ല.
അപ്പൊ ബുദ്ധി വേണം, അല്ലാണ്ട് ആഴ്ച 500 കൊടുത്തിട്ട് മരുന്ന് വയ്ക്കുന്നില്ല. ബുദ്ധി വേണം. ആശാരിക്കുള്ള ബുദ്ധി ഡോക്ടർക്ക് ഇല്ലാന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഡോക്ടർ ഇങ്ങനെ പോലത്തെ ഒരു പൊട്ടനാണ്. അപ്പോ നീ ബുദ്ധിമാനായ മന്ത്രിയാണ്. ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ നീ നിന്റെ കുട്ടിയെ ദർബാർ ഹാളിൽ കൊണ്ടുപോവാ. ഞാൻ എന്റെ കുട്ടിനെ എവിടെ കൊണ്ടുവരാം? മന്ത്രിമാരെ സാക്ഷികളാക്കിയിട്ട് നമുക്ക് അവർക്ക് പരസ്പരം മംഗലം കഴിക്കാനുള്ള ഒരു എഗ്രിമെന്റ് എഴുതാന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു പറയാണ്, പിറ്റേന്ന് രാവിലെ എന്റെ ബാപ്പ എന്നെ കുളിപ്പിച്ചു. എന്നെ ബാപ്പ കുളിപ്പിച്ചു. സാധാരണ ഉമ്മമാര് കുളിപ്പിക്കും, ബാപ്പമാര് പിന്നെ എപ്പോഴാ കുളിപ്പിക്കുക? ചില ബാപ്പ കുളിപ്പിക്കുന്ന ടൈം എപ്പോഴാ? ബാപ്പ ഗൾഫിൽ നിന്ന് വന്നാലാ കുളിപ്പിക്കുക. ഗൾഫിൽ നിന്ന് വരുമ്പോൾ ചില ഭാര്യമാര് പറയും, ഹലോ കാക്ക, 2 കൊല്ലം ഞാൻ ഇങ്ങനെ കുളിപ്പിക്കുന്നു, കുറച്ചെങ്കിലും നോക്ക്. അത് പറയേണ്ട താമസം ഈ പൊട്ടൻ ഡ്രസ്സ് എടുത്തിട്ട് കൊണ്ടുപോകും, ആ ചക്കൻ്റെ കയ്യും പിടിച്ച് കുളിമുറിലേക്ക്. അങ്ങനെ ചില ഗൾഫുകാരുണ്ട്. ഈ ഭാഗത്തല്ല, ഞാൻ ഇങ്ങനെ കാഞ്ഞങ്ങാടിനപ്പുറത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മതി. പ്രവാസികൾ ആരെങ്കിലും ഈ കൂട്ടത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു നല്ലത്. അപ്പോ എന്റെ ബാപ്പ എന്നെ കുളിപ്പിച്ചിട്ട് എന്റെ നല്ല വസ്ത്രം ധരിപ്പിച്ച് എന്റെ കൈ പിടിച്ചു കൊണ്ടുപോയി. രാജദർബാറുകളിലേക്ക് ഞാൻ കയറി വരുമ്പോൾ, എന്റെ ഉമറേ നിനക്ക് കേൾക്കണോ, രാജാവിന്റെ കയ്യും പിടിച്ചിട്ട് മൊഞ്ചത്തിയായിട്ട് ആ പെണ്ണിങ്ങട്ട് വരിക. അവൾ എന്നെ കണ്ടത് ഉപ്പാന്റെ കയ്യങ്ങട്ട് തള്ളിയിട്ട് ഓടി എന്റെ മുന്നിൽ വന്നിങ്ങനെ നിന്ന് എന്നെങ്ങനെ നോക്കി. അയ്യോ, ഇനി കുളിച്ച് ഞാനും കുളിച്ച്, നീ പുതിയ കുപ്പായിട്ട് ഞാനോട്ട്. ചെറിയ മക്കളെ വർത്താനം കേൾക്കാൻ നല്ല രസമാണ്. പണ്ട് ഇപ്പം അല്ല. ഇപ്പൊ ചില മക്കളെ ബായിന്ന് ഓരോന്ന് വന്നാലും ഉപ്പ ബോധം കൊട്ടു പോകും. വല്ലാത്ത വർത്താനം ചില മക്കൾ. ഉപ്പാക്ക് പോലും അറിയില്ല ഇവരെന്ത് പറഞ്ഞത്. അമ്മാതിരി വർത്താനം പറയുന്ന മക്കളുണ്ട്. നല്ല ഉള്ളതേ ഉള്ളൂ. എന്റെ കയ്യും പിടിച്ച് നമ്മൾ ദർബാർ ഹാളിലേക്ക് പോയി. ഞങ്ങൾക്കൊരു പ്രത്യേക സീറ്റ്, ഞങ്ങൾ 2 പേര് സീറ്റ് കയറിയിരുന്നു. മന്ത്രിമാരൊക്കെ വന്നിരുന്നു. ഒരു കരാർ എഴുതുന്നവനെ കൊണ്ടുവന്നു, ഒരു അഗ്രിമെന്റ് എഴുതുന്ന ഒരാളെ. അയാൾ 2 തോൽ കഷ്ണം എടുത്തു എഴുതാൻ വേണ്ടിയിട്ട്.